ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഒരാൾക്ക് ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരുന്ന സമയത്ത് ആ എക്സ്പെൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി വഹിക്കുന്നതാണ്. ഇതിനായി ഈ പോളിസി എടുത്തിട്ടുള്ള ആള് ഒരു നിശ്ചിത തുക എല്ലാ വർഷവും ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അടക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ അടക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത്. ഇങ്ങനെ അടക്കുന്ന എമൗണ്ടിന് നമുക്ക് സം അഷ്യൂർഡ് അഥവാ ഒരു മാക്സിമം എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി നമുക്ക് വേണ്ടി അടക്കുന്ന മാക്സിമം എമൗണ്ടിനെയാണ് നമ്മൾ സം അഷ്യൂർഡ് എന്ന് പറയുന്നത്. ഈ സം അഷ്യൂർഡ് എത്രയാണ് നമ്മൾ നോക്കിയിട്ടാണ് ഇൻഷുറൻസ് കമ്പനി പ്രീമിയം അടക്കേണ്ട തുക നിശ്ചയിക്കുന്നത്. മറ്റു മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ 5 lakh ആണ് നമുക്ക് സം അഷ്യൂർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10,000 അങ്ങനെയുള്ള ഒരു എമൗണ്ട് ആയിരിക്കും വരുന്നത്. അതുപോലെ 7 lakh ആണെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടുണ്ടാവും എമൗണ്ട് വരുന്നത്. സാധാരണയായി ഇൻഡിവിജ്വൽ പോളിസിയും അതുപോലെ ഫ്ലോട്ടർ പോളിസിയും അവൈലബിൾ ആണ്. ഇൻഡിവിജ്വൽ പോളിസി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയായിരിക്കും ആ പോളിസി എടുത്തിട്ടുണ്ടാവുക, അവർക്കാണ് അതിന്റെ കവറേജ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഫ്ലോട്ടർ പോളിസിക്കകത്ത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും. എക്സാമ്പിൾ ഫാദർ, മദർ, അവരുടെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ 3 പേർക്കും കൂടെ ഈ സം അഷ്യൂർഡ് എമൗണ്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഫ്ലോട്ടർ പോളിസിയുടെ പ്രത്യേകത. സാധാരണയായി ഇൻഷുറൻസിൽ കാണുന്ന ചില ടേംസുകളെ നോക്കാം. അതിൽ ഇൻഷുറൻസ് പ്രീമിയം, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇൻഷുറൻസ് പ്രീമിയം എന്നാൽ നമ്മൾ ഓരോ വർഷവും ഒരു പോളിസി ഹോൾഡർ അടച്ചു കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അടക്കുന്ന തുകയാണ്. അതുപോലെ തന്നെ സം അഷ്യൂർഡ്, മാക്സിമം എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി ഈ പോളിസി ഹോൾഡർക്ക് വേണ്ടി ചെലവാക്കുന്ന എമൗണ്ട്. അതുപോലെ കോ പേ, അതുപോലെ ഡിഡക്റ്റബിൾ എന്ന് പറയും. ഈ കോ പേയും ഡിഡക്റ്റബിളും ഉള്ള പോളിസിയാണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ അവർക്ക് ഈ ഡിസ്ചാർജ് ബില്ല് അടക്കുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ബില്ല് അടക്കുന്ന സമയത്ത് ഈ കോ പേ എന്ന് പറയുന്ന ഒരു പെർസെൻറ്റേജ് ആയിരിക്കും പറയുന്നത്. അപ്പൊ ആ ഒരു എമൗണ്ടും കൂടെ അവിടെ അടക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് അവരുടെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് 1 lakh rupees അല്ലെങ്കിൽ 50,000 ആണ് വരുന്നെങ്കിൽ അവർക്ക് ഈ കോപ്പയിലകത്ത് 10% പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ 10%, 50,000 10%, 5,000 അവർക്ക് കൊടുക്കേണ്ടി വരും. എന്നാൽ ഇവിടെ ഡിഡക്റ്റബിൾ ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും ഡിഡക്റ്റബിൾ പറഞ്ഞിരിക്കുക. എക്സാമ്പിൾ 10,000 rupees ആയിരിക്കും, അല്ലെങ്കിൽ 20,000 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന ഡിസ്ചാർജ് ബില്ല് എന്ന് പറയുന്നത് 50,000 ആണെന്നുണ്ടെങ്കിൽ 10,000 ആണ് ഡിഡക്റ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഡക്റ്റബിളും കൂടെ അവിടെ അടക്കേണ്ടതായിട്ട് വരും. ബാക്കി വരുന്ന 40,000 അവർക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുകയുള്ളൂ. അതുപോലെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ എന്ന് പറയും. ഇൻഷുറൻസ് കമ്പനി ഓരോ ഹോസ്പിറ്റലുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലാണ് നമ്മൾ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി അവൈലബിൾ ആവുന്നത്. അതായത് ഈ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ഇൻഷുറൻസ് കമ്പനിക്ക് ഈ ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്ത ശേഷം ഈ ഇൻഷുറൻസ് കമ്പനി ഡയറക്ട്ലി ഈ ഹോസ്പിറ്റലുമായിട്ട് സെറ്റിൽമെന്റ് ചെയ്യും. അതല്ല ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഈ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ബില്ല് അടച്ചതിന് ശേഷം അതിൽ നിന്നുള്ള ഡോക്യുമെന്റും എടുത്ത് ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചുകൊണ്ട് ഈ എമൗണ്ട് റീഇംബേഴ്സ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു പ്രധാനപ്പെട്ട ടേമാണ് കവറേജ്. ഇതിനകത്ത് കവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം രീതിയിലുള്ള ചികിത്സയാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ ഇൻഷുറൻസിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള എക്സ്ക്ലൂഷനെ കുറിച്ചും അതിലെ വെയിറ്റിംഗ് പീരിയഡുകൾ, ഈ ഒരു അസുഖം വരുന്ന ഈ അസുഖം ഇതിൽ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്ര നിശ്ചിത സമയത്തിന് ശേഷമേ അതിലേക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന് മുമ്പാണ് അതിന് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഇതിലേക്ക് കവേർഡ് അല്ല എന്നൊക്കെ പറയുന്ന ഡീറ്റെയിലുകളെല്ലാം ഈ കവറേജിന്റെ അണ്ടറിൽ അവൈലബിൾ ആയിരിക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് എത്ര രൂപയുടെ സം അഷ്യൂർ വേണം എന്ന് നോക്കും. അതിന്റെ അനുസരിച്ചുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം അടക്കേണ്ടത്. അതുപോലെ നമ്മുടെ അടുത്ത് ഉള്ള ഹോസ്പിറ്റലുകൾക്കെല്ലാം ഈ ഇൻഷുറൻസ് കമ്പനിക്ക് നെറ്റ്വർക്ക് ഉണ്ടോ, അവരുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളാണോ, അവിടെ ക്യാഷ്ലെസ് ഫെസിലിറ്റി അവൈലബിൾ ആണോ എന്നുള്ളതും നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അടുത്ത് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം അവിടുത്തെ ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ച് റീഇംബേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ കോ പേ അതുപോലെ ഡിഡക്റ്റബിൾ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം തുക വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഡിസ്ചാർജ് ബിൽ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ഈ പറയുന്ന ഈ 10% ഓഫ് എമൗണ്ടും അതിന്റെ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ടും അതുപോലെ ഒരു നിശ്ചിത എമൗണ്ട് ഫിക്സ് ചെയ്തതായിട്ടുള്ള ഈ ഡിഡക്റ്റബിൾ എമൗണ്ടും ഒക്കെ ഈ ഹോസ്പിറ്റലിൽ നമ്മൾ അടക്കേണ്ടതായിട്ട് വരും. ഏറ്റവും നല്ലത്
ഈ കോപ്പയും ഡിഡക്റ്റബിളും ഒന്നും ഇല്ലാത്തൊരു പോളിസി എടുക്കുന്നതായിരിക്കും. ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ക്ലെയിം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇതിൽ എമൗണ്ട് അപ്രൂവ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് കംപ്ലീറ്റ്ലി എല്ലാം അപ്രൂവ് ആവും, അല്ലെങ്കിൽ പാർഷ്യലി ആയിരിക്കും അപ്രൂവ് ആവുന്നത്.